reflect. Walking, like any other exercise, undoubtedly leads to physical wellness. വാക്കിംഗ് എന്ന് പറയുന്നത്, നടത്തം എന്ന് പറയുന്നത് എല്ലാ എക്സസൈസിനെയും പോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അത് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിന് നല്ലതാണെന്ന്. ദർ മേ ബി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ്, പക്ഷെ ആ ഒരു സംസാരത്തിൽ നമുക്ക് പല ഒപ്പീനിയൻസാണ് പലർക്കും. ദ ആർഗ്യുമെൻറ്റ് ദാറ്റ് ഈച്ച് ആൻഡ് എവറി മൂമെൻറ്റ് ഹാസ് ടു ബി ഫിൽഡ് വിത്ത് ആക്ടിവിറ്റി ഹാസ് ഗെയിൻഡ് കറൻസി ദീസ് ഡേയ്സ്. ഇക്കാലത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എല്ലാ സമയവും ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവുക, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇൻ ദി എസ്സേ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്, മാക്സ് ബിയർബോഹം ലുക്സ് അറ്റ് വാക്കിംഗ് ഫ്രം എ ഡിഫറെൻറ്റ് പ്രോസ്പെക്റ്റീവ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്സ് ബിയർബോഹൻ്റെ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. അദ്ദേഹത്തിനെ സംബന്ധിച്ച്, മാക്സിനെ സംബന്ധിച്ച് വാക്കിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നടക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ എങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് നടക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അത് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. ഓക്കെ, ആ ഒരു കാര്യം നമ്മൾ സ്പീച്ചായിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഭയങ്കര കോംപ്ലെക്സ് വേർഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സ്പീച്ചിൽ. സോ ലെറ്റ്സ് മൂവ് ടു ദി സ്പീച്ച്. ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്, മാക്സ് ബിയർബോഹം. It is a fact that not once in all my life have I gone out for a walk. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഞാൻ ശരിക്ക് നടക്കാൻ വേണ്ടിയിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അതായത് ശരിക്കും സത്യം പറഞ്ഞാൽ, ഒരു ഫാക്റ്റായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിന് നടക്കാൻ പോകാൻ വലിയ ആഗ്രഹമില്ല. അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം പോലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല നടക്കാൻ പോകണം ജീവിതത്തിൽ. ഐ ഹാവ് ബീൻ ടേക്കൺ ഔട്ട് ഫോർ വാക്ക് ബട്ട് ദാറ്റ് ഈസ് അനദർ മാറ്റർ. പക്ഷേ എന്നെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകും നടക്കാൻ വേണ്ടിയിട്ട്, അവരുടെ കൂടെ എന്നെ കൊണ്ടുപോകും. ബട്ട് ദാറ്റ് ഈസ് അനദർ മാറ്റർ, അത് വേറൊരു കാര്യമാണ്. എനിക്ക് നടക്കാൻ പോകാൻ ഇഷ്ടമല്ല, പക്ഷെ എങ്ങനെയെങ്കിലും ആരെങ്കിലും എന്നെ നടക്കാൻ കൊണ്ടുപോകും. ഈവൻ വൈൽ ഐ ട്രോട്ടഡ് prattling by my nurse's side, I regretted the good old days when I had and wasn't a perambulator. Even while I trotted means വേഗം നടക്കുക. പ്രാറ്റ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ട് നടക്കൂലേ, അങ്ങനെ എൻ്റെ നേഴ്സിൻ്റെ സൈഡിലൂടെ ഞാൻ വേഗത്തിൽ പരക്കം പാഞ്ഞിങ്ങനെ നടക്കുന്ന ആ ഒരു ഓൾഡ് ടൈം, ഐ റിഗ്രറ്റഡ് ദ ഓൾഡ് ഡേയ്സ് വെൻ ഐ ഹാഡ്, എനിക്കുണ്ടായിരുന്ന ആ ഒരു പഴയ കാലഘട്ടം ഞാൻ ഖേദിക്കുന്നു. ഓക്കെ, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വാസൻറ്റ് എ പാരാമ്പുലേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉന്തിക്കൊണ്ടുപോകുന്ന വണ്ടി, കുട്ടികളെയൊക്കെ ഉന്തിക്കൊണ്ടുപോകുന്ന സ്ട്രോളർ പോലത്തെ വണ്ടിക്കാണ് പാരാമ്പുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ വണ്ടിയിൽ ഞാൻ അന്ന് പോയിരുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. അത് ഭയങ്കര സുഖകരമായിരുന്നു അങ്ങനെ ഒരു ടൈം. വാക്ക് ചെയ്യുന്നതിലേറെ അതായിരുന്നു സുഖം. വെൻ ഐ ഗ്രോ അപ്പ് ഇറ്റ് സീംഡ് ടു മീ ദാറ്റ് ദി വൺ അഡ്വാൻറ്റേജ് ഓഫ് ലിവിങ് ഇൻ ലണ്ടൻ വാസ് ദാറ്റ് നോ ബഡി എവർ വാണ്ടഡ് മീ ടു കം ഔട്ട് ഫോർ എ വാക്ക്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ലണ്ടനിലാണ്. വെൻ ഐ ഗ്രോ അപ്പ്, ഞാൻ അങ്ങനെ വളർന്ന് വലുതായി ഇപ്പോൾ ലണ്ടനിലാണ്. അപ്പോൾ മുമ്പത്തെ കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ലണ്ടനിലാണ്. ഇറ്റ് സീംഡ് ടു മീ ദാറ്റ് one advantage of living in London was that nobody ever wanted me to come out for a walk. ഈ ലണ്ടനിൽ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ അത് ആരും എന്നെ നടക്കാൻ വേണ്ടി ക്ഷണിക്കാത്തതാണ്. ലണ്ടൻസ് വെരി ഡ്രോബാക്സ്, ഇറ്റ്സ് എൻലെസ് നോയ്സ് ആൻഡ് ഹസൽ, ഇറ്റ്സ് സ്മോക്കി എയർ, ദ സ്ക്വയലർ അംബുഷ്ഡ് എവ്രിവെയർ ഇൻ ഇറ്റ് അഷ്യൂർഡ് ദിസ് വൺ ഇമ്മ്യൂണിറ്റി. അപ്പോൾ എന്താ പറയുന്നത്, ലണ്ടൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങൾ. ആൻഡ് ഹസിൽ എന്ന് വെച്ചാൽ തിരക്ക്, ശബ്ദങ്ങളും ഭയങ്കര തിരക്കും. അതുപോലെ തന്നെ സ്മോക്കി ആയിട്ടുള്ള അന്തരീക്ഷം, മൊത്തം സ്മോക്കി ആയിട്ടുള്ള എയർ. ദ സ്ക്വയലർ അംബ്യൂഷ്ഡ് എവ്രിവെയർ ഇൻ ഇറ്റ്, ആ ഒരു വൃത്തികെട്ട രീതിയൊക്കെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. ലണ്ടൻ്റെ എല്ലാ ഭാഗത്തും ഒരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യാൻ പറ്റും. അഷ്യൂർഡ് ദിസ് വൺ ഇമ്മ്യൂണിറ്റി, അത് ഉറപ്പിക്കുക, നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, നമുക്ക് പ്രതിരോധം ഉണ്ടാവും എന്ന് ഉറപ്പിക്കുക. അത് കോമഡി ആയിട്ട് പറയാൻ കേട്ടോ. അതായത് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്, അപ്പോൾ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു തമാശയിൽ പറയണം, ഉറപ്പായിട്ടും നല്ല ഇമ്മ്യൂണിറ്റി ആയിരിക്കും എന്നുള്ളൊരു തമാശയിൽ പറയണം കേട്ടോ. വെനെവർ ഐ വാസ് വിത്ത് ഫ്രണ്ട്സ് ഇൻ ദി കൺട്രി ഐ ന്യൂ ദാറ്റ് അറ്റ് എനി മൂമെൻറ്റ് unless rain were actually falling
some man might suddenly say, "Come out for a walk," in that sharp, imperative tone which he would not dream of using it. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ കൺട്രി സൈഡിൽ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഗ്രാമപ്രദേശത്തായിരുന്നു ആദ്യം ജീവിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ ലൈഫ് അവിടെയായിരുന്നു. അപ്പോൾ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സ് ഏത് നിമിഷം വേണമെങ്കിലും എന്നെ, ഒരു മഴയില്ലാത്ത ഏത് നിമിഷം വേണമെങ്കിലും എന്നെ വന്നിട്ട് വിളിച്ചുണ്ടാവും നടക്കാൻ വേണ്ടിയിട്ട്. കം ഔട്ട് ഫോർ എ വാക്ക്, പുറത്തേക്ക് വരൂ, നടക്കാൻ വേണ്ടി പുറത്തേക്ക് വരൂ. ഇൻ എ ഷാർപ്പ് ഇമ്പാരറ്റീവ് ടോൺ. ഇമ്പാരറ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര ഓതറിറ്റേറ്റീവ് ആയിട്ടുള്ള, അവർക്ക് വിളിക്കാൻ യോഗ്യത ഉണ്ട് എന്നുള്ള ആ ഒരു ടോണിൽ അവർ ഭയങ്കര ഷാർപ്പായിട്ട് വാ നടക്കാൻ വാ എന്നുള്ള രീതിയിൽ വിളിക്കും. വിച്ച് ഹി വുഡ് നോട്ട് ഡ്രീം ഓഫ് യൂസിങ് ഇറ്റ്. പക്ഷേ ആ ഒരു ഷാർപ്പ് വോയിസ് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവില്ല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ഫ്രണ്ട്ലി ആയിട്ടാണ് വിളിക്കുന്നത്, പക്ഷേ ഇദ്ദേഹത്തിന് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് അവരെന്തോ അധികാരം വെച്ചിട്ട് വിളിക്കുകയാണെന്നുള്ളത്. ഓക്കെ, Pupil seems to think there is something inheritedly noble and virtuous in the desire to go for a walk. ജനങ്ങളെല്ലാവരും വിചാരിക്കുന്നത് എന്തോ പഴയ കാലം മുതൽ തന്നെ എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് നടക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണമായിട്ടുള്ളതും അതുപോലെ തന്നെ നല്ലൊരു കാര്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നടക്കാൻ പോവുക, ഒരു ഡിസയറാണ് നടക്കാൻ പോകുന്നത്. കാരണം അത് നല്ലൊരു കാര്യമാണ്, നല്ല ഗുണമുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു ഫീലാണ് എല്ലാവർക്കും ഉള്ളത്. എനി വൺ ദസ് ഡിസയറസ് ഫീൽസ് ദാറ്റ് ഹി ഹാസ് എ റൈറ്റ് ടു ഇമ്പോസ് ഹിസ് വിൽ ഓൺ ഹൂം എവർ ഹി സീംസ് കംഫർട്ടബ്ലി സിറ്റിംഗ് ഇൻ ആൻ ആം ചെയർ റീഡിങ്. അപ്പോൾ എന്താ പറയുന്നത്, ആ ഒരു ആഗ്രഹമുള്ള വ്യക്തികൾ, ഡിസയറസ് ഫീലുള്ള വ്യക്തികൾ, നടക്കാൻ പോകുന്നതിനോട് ആഗ്രഹമുള്ള വ്യക്തികൾ, അവർക്ക് അവരുടെ ആ ഒരു ആഗ്രഹം, നടക്കാൻ പോകാനുള്ള ആ ഒരു ആഗ്രഹം വേറെ ആരുടെ മേൽ വേണമെങ്കിലും ഇമ്പോസ് ചെയ്യാം, ചുമത്താം, വേറെ ആരുടെ മേൽ വേണമെങ്കിലും അവരെയും കൂട്ടാം എന്നുള്ളൊരു തോട്ടാണ് നടക്കാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്കുള്ളത്. ഹി സീംസ് കംഫർട്ടബ്ലി സെറ്റിൽഡ് ഇൻ എൻ ആം ചെയർ റീഡിങ്. അപ്പോൾ എന്താ പറയുന്നത്, ഹി സീംസ്, ആരെയാണ് അവർ വിളിക്കാൻ ശ്രമിക്കുന്നത്, കംഫർട്ടബിളായിട്ട് ഇങ്ങനെ ചാരി കസേരയിൽ ഇരുന്ന് വായിക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരു വ്യക്തിനെ നടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, നടക്കാൻ ഇഷ്ടമുള്ളവർ കൊണ്ടുപോകുന്നത്. അവരുടെ ഒരു വിചാരം എങ്ങനെയാണെന്നാണ് ഓദർ പറയുന്നത്, അവർക്കെന്തോ അധികാരമുണ്ട് നമ്മളുടെ മേൽ അത് ചുമത്താൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ രീതിയിലാണ് അവർ വിളിക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഈസി ടു സേ സിമ്പിൾ നോ ടു ആൻ ഓൾഡ് ഫ്രണ്ട്. ഒരു പഴയ സുഹൃത്താണ് ഇതെങ്കിൽ ഞാൻ വരുന്നില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം, സിമ്പിളായിട്ട് പറയാം. ഇൻ കേസ് ഓഫ് എ മെയർ അക്വൈനൻസ് വൺ വാണ്ടഡ് സം എക്സ്ക്യൂസ്. പക്ഷേ വെറും ഒരു പരിചയക്കാരനായിട്ടുള്ള, പുതിയ പരിചയക്കാരനായിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ, അക്വൈൻറ്റൻസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് പരിചയക്കാർ. ഓക്കെ, വെറും കേവലം നമുക്ക് പരിചയം മാത്രമുള്ളൊരു പുതിയതായിട്ടുള്ളൊരു പരിചയക്കാരനാണെന്നുണ്ടെങ്കിൽ വൺ വാണ്ട്സ് സം എക്സ്ക്യൂസ്. ഒരാൾക്ക് ഒരു എക്സ്ക്യൂസാണ് പറയാൻ പറ്റുക, നോ വരില്ല എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. നമ്മളെന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കണം, എനിക്ക് ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഒരു കാരണം ഉണ്ടാക്കേണ്ടി വരും. ഐ വിഷ് ഐ കുഡ് but nothing even occurs to me except I had some letters to write. അതെന്താ പറയുന്നത്, എനിക്ക് ആഗ്രഹമുണ്ട്, ഐ വിഷ് ഐ കുഡ്, എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെ വരാൻ എന്ന് പറയും. എന്നിട്ട് പക്ഷേ പറഞ്ഞ് നമ്മളെന്തെങ്കിലും കാരണം പറയണം. അപ്പോൾ ആ കാരണത്തിൽ ഇദ്ദേഹത്തിൻ്റെ വായിൽ വേറൊരു കാരണം വരില്ല, ഇത് മാത്രമേ വരുള്ളൂ. അതെന്താണ്, ഐ ഹാവ് സം ലെറ്റേഴ്സ് ടു റൈറ്റ്, എനിക്ക് കുറച്ച് കത്തുകൾ എഴുതാനുണ്ട് എന്നുള്ള കാരണം മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഓർമ്മയിൽ വരിക എന്ന് പറയണം കേട്ടോ നമ്മുടെ ഓദർ. ദിസ് ഫോർമുല ഈസ് അൺസാറ്റിസ്ഫാക്ടറി ഇൻ 3 ways. ഈ ഒരു ഫോർമുല, അതായത് എനിക്ക് കത്തെഴുതാണ്ട് എന്നുള്ളൊരു ഫോർമുല എല്ലാവർക്കും അങ്ങോട്ട് തൃപ്തി വരില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് 3 കാരണങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. 1, 2, 3 പറഞ്ഞിട്ട് 3 കാരണങ്ങളാക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസൻ ബിലീവ്ഡ്, അത് വിശ്വസിക്കില്ല. ആൻഡ് സിറ്റ് ഇംപ്രൂവൈസിങ് എ ലെറ്റർ ടു സംബഡി അൻറ്റിൽ ദ വാക്ക് മൂഗർ, just not daring to call you liar or hypocrite, shall have lumbered out of the room. അപ്പോൾ എന്താ പറയുന്നത്, രണ്ടാമത്തെ കാരണം, ഇറ്റ് കമ്പൽസ് യു ടു റൈസ് ഫ്രം യുവർ ചെയർ. ആ ഒരു നോണ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്പൽ ചെയ്യുകയാണ്, നിങ്ങളെ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ ഇരിക്കുന്ന ആ ചെയറിൽ നിന്ന്, ആ ഒരു ആം ചെയറിൽ നിന്ന് എണീക്കാൻ. ഗോ ടു ദി റൈറ്റിംഗ് ടേബിൾ, എന്നിട്ട് റൈറ്റിംഗ് ടേബിളിൻ്റെ അവിടേക്ക് പോകണം. ആൻഡ് സിറ്റ് ഇംപ്രൂവൈസിങ് എ ലെറ്റർ ടു സംബഡി അൻറ്റിൽ ദി വാക്ക് മൂങ്കർ. അപ്പോൾ നമ്മൾ ഒരു ലെറ്റർ എഴുതുന്ന പോലെ, ഇംപ്രൂവൈസിങ് എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എടുത്തെഴുതുന്ന പോലെ കാണിക്കണം. ഓക്കെ, ആർക്കെങ്കിലുമൊക്കെ എഴുതുന്ന പോലെ കാണിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അൻറ്റിൽ ദി വാക്ക് മൂങ്കർ. A walk monger is a person who forces another person to go for a walk. ഒരാളെ നിർബന്ധിച്ച് നടക്കാൻ
പേഴ്സണെയാണ് നമ്മൾ വാക്ക് മോങ്കർ നോട്ട് ഡയറിങ് ടു കോൾ യു ലയർ ആൻഡ് ഹിപ്പോക്രൈറ്റ്, അതായത് കപട്യം ഉള്ള വ്യക്തിയാണ് എന്നുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മളെ മുഖത്ത് നോക്കി വിളിക്കാൻ പറ്റില്ല. ഷെൽ ഹാവ് ലംബേർഡ് ഔട്ട് ഓഫ് ദി റൂം, അങ്ങനെ അദ്ദേഹം ആ റൂമിൻ്റെ പുറത്തേക്ക്, ലംബേർഡ് എന്ന് വെച്ചാൽ സെറ്റിൽഡ്, പുറത്തേക്ക് പോകുന്നവരായിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് വിളിക്കാൻ പറ്റില്ല, നുണക്കാരൻ എന്ന് വിളിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ കാരണം, ഇറ്റ് വോണ്ട് ഓപ്പറേറ്റ് ഓൺ സൺഡേ മോർണിംഗ്സ്, സൺഡേ രാവിലെയാണ് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ഈ കാരണം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ദർ ഈസ് നോ പോസ്റ്റ് ഔട്ട് ടിൽ ദിസ് ഈവനിങ് ക്ലിഞ്ചസ് ദ മാറ്റർ ആൻഡ് യു മേ ആസ് വെൽ ഗോ ക്വൈറ്റ്ലി. അപ്പോൾ എന്താ കാരണം, സൺഡേ ഈവനിങ്ങിലാണ് പോസ്റ്റ് ഓഫീസ് ഉണ്ടാവുക, മോർണിംഗിൽ പോസ്റ്റ് ഓഫീസ് ഇല്ല. ക്ലിഞ്ചസ് ദി മാറ്റർ, അതായത് ഈ ഒരു സിറ്റുവേഷൻ നമ്മളെ പിടിമുറുക്കും. ക്ലിഞ്ചസ് എന്ന് വെച്ചാൽ പിടിമുറുക്കും, കാരണം നമുക്ക് വേറെ നിവൃത്തിയില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ആൻഡ് യു മേ ആസ് വെൽ ഗോ ക്വൈറ്റ്ലി, നമ്മളും അവരുടെ കൂടെ ഒന്നും മിണ്ടാതെ പോവേണ്ട ഒരു അവസ്ഥ വരികയാണ്. Walking for walking's sake may be as highly laudable and exemplary a thing as it is held to be by those who practice it. അപ്പോൾ നടക്കുക എന്ന് പറയുന്നത് നടക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് അത് ഭയങ്കര ഹൈലി ലൗഡബിൾ ആണ്. ലൗഡബിൾ എന്ന് വെച്ചാൽ പ്രശംസന അർഹിക്കുന്നതാണ്. ആൻഡ് എക്സംപ്ലറി എന്ന് പറഞ്ഞാൽ മാതൃകാപരമായിട്ടുള്ള, അവർ സേക്കിന് പറയുകയാണെങ്കിൽ, അവർ കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ച് ഭയങ്കര പ്രശംസനീയവും അതുപോലെ തന്നെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ് നടക്കുന്നത്. എ തിങ് ദാറ്റ് ഇറ്റ് ഈസ് ഹെൽഡ് ടു ബി ബൈ ദോസ് ഹു പ്രാക്ടീസ് ഇറ്റ്, അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് അങ്ങനെയാണ്, അവരുടെ തോട്ടിൽ അത് അങ്ങനെയാണ്. മൈ ഒബ്ജെക്ഷൻ ടു ഇറ്റ് ഈസ് ദാറ്റ് ഇറ്റ് സ്റ്റോപ്സ് ദ ബ്രെയിൻ, പക്ഷേ എനിക്ക് അതിനോട് എതിർപ്പുണ്ട്. കാരണം എൻ്റെ ഒബ്ജെക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റോപ്സ് ദി ബ്രെയിൻ, നടക്കുമ്പോൾ നമ്മൾ ബ്രെയിന് സ്റ്റോപ്പ് ആവുന്നതാണ്. മെനി എ മാൻ ഹാസ് പ്രൊഫസ്ഡ് ടു മീ ദാറ്റ് ഹിസ് ബ്രെയിൻ നെവർ വർക്ക്സ് സോ വെൽ ആസ് വെൻ ഹി ഈസ് swinging along the high road or over hill and dale. അപ്പോൾ എന്താ പറയുന്നത്, കുറേ ആളുകൾ, മെനി മെൻ എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ, ഹാസ് പ്രൊഫസ്ഡ് മീ, അവർ എന്നോട് ഉപദേശിച്ച് തന്നിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഹിസ് ബ്രെയിൻ നെവർ വർക്ക്സ് സോ വെൽ ആസ് വെൻ ഹി ഈസ് സ്വിങ്ങിങ് അലോങ് ദ ഹൈ റോഡ് ഓർ ഓവർ ഹിൽ ആൻഡ് ഡെയിൽ. അദ്ദേഹത്തിൻ്റെ ബ്രെയിന് നന്നായിട്ട് വർക്ക് ചെയ്യും എപ്പോൾ, സ്വിങ്ങിങ് അലോങ് എന്ന് പറഞ്ഞാൽ നടക്കുന്നതിനാണ് സ്വിങ്ങിങ് അലോങ്. നടക്കുമ്പോൾ ഒരു ഹൈ റോഡിലൂടെ നടക്കുമ്പോൾ, അതുപോലെ തന്നെ ഹില്ലിൻ്റെ ഭാഗത്തൂടെ നടക്കുമ്പോൾ, അതുപോലെ തന്നെ ഡെയിൽ എന്ന് വെച്ചാൽ അടിവാരം ഈ ഭാഗത്തൂടെ ഒക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിന് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കുറേ നടക്കുന്ന വ്യക്തികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ദിസ് ബോസ്റ്റ് ഈസ് നോട്ട് കൺഫേംഡ് ബൈ മൈ മെമ്മറി ഓഫ് എനിബഡി ഹൂ ഓൺ എ സാറ്റർഡേ മോർണിംഗ് ഹാസ് ഫോഴ്സ്ഡ് മീ ടു പാർട്ടേക്ക് ഓഫ് ഹിസ് അഡ്വെഞ്ചർ. പക്ഷേ ഈ ഒരു ബോസ്റ്റ് എന്ന് വെച്ചാൽ പൊങ്ങച്ചം, ഈ ഒരു പൊങ്ങച്ചം പറച്ചിൽ എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. കാരണം ബൈ മൈ മെമ്മറി ഓഫ് എനിത്തിങ് ഹൂ ഓൺ എ സൺഡേ മോർണിംഗ് ഹാസ് ഫോഴ്സ്ഡ് മീ ടു പാർട്ടേക്ക് ഓഫ് ഹിസ് അഡ്വാൻറ്റേജ്. ഒരു സൺഡേ രാവിലെ വന്നിട്ട് എന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഡ്വെഞ്ചർ, അതായത് വാക്കിങ്ങിലോട്ട് പാർട്ടേക്ക് എന്ന് വെച്ചാൽ പങ്കെടുപ്പിക്കുന്ന ആ വ്യക്തിൻ്റെ ആ ഒരു പൊങ്ങച്ചം പറച്ചിൽ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ്. എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് മീ ദാറ്റ് whatever a fellow guest may have of the power to instruct or to amuse when he is sitting on a chair or standing on the hearth rug quickly leaves him when he takes out for a walk. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, whenever a fellow guest may have of the power to instruct or to amuse when he is sitting on the chair, ഒരു ഫെല്ലോ ഗസ്റ്റിന് അദ്ദേഹത്തിന് ഒരു പവർ ഉണ്ടെന്ന് വിചാരിച്ചു, രസിപ്പിക്കാനും അതുപോലെ തന്നെ ഇൻസ്ട്രക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു പവർ ആ വ്യക്തിക്ക് ഉണ്ടെന്ന് വിചാരിച്ചു, നല്ല ചിന്തകളുണ്ട് എന്ന് കരുതിക്കോ. വെൻ ഹി ഈസ് സിറ്റിംഗ് ഓൺ ദി ചെയർ, അദ്ദേഹം ഒരു ചെയറിലിരിക്കുമ്പോൾ അങ്ങനത്തെ ചിന്തകളൊക്കെ വർക്ക് ചെയ്യും. ഓർ സ്റ്റാൻഡിങ് ഓൺ എ ഹെർത്ത് റെഗ് എന്ന് വെച്ചാൽ നമ്മളെ ഈ അടുപ്പ്, തീ കത്തി, ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ ഫയർ പ്ലേസ്, അവിടെ നിൽക്കുകയാണെങ്കിൽ, ഹേർത്ത് എന്ന് വെച്ചാൽ ആ ഫയർ പ്ലേസിനാണ് ഹേർത്ത് എന്ന് പറയുന്നത്. ഹേർത്ത് ആ ഒരു സ്ഥലത്ത് ആ റഗ് അവിടെ ഒരു ഇങ്ങനെ കാർപ്പറ്റ് പോലെ വിരിച്ചിട്ടുണ്ടാവും, ആ കാർപ്പറ്റിൽ നിൽക്കുന്ന വ്യക്തിയും ക്വിക്ക്ലി ലീവ്സ് ഹിം വെൻ ഹി ടേക്സ് വൺ ഔട്ട് ഫോർ എ വാക്ക്. ആ ഒരു വ്യക്തിനെ പുറത്തേക്ക് നടക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ രസിപ്പിക്കുന്ന ചിന്തകളൊക്കെ ഇല്ലാതെയായിപ്പോവും.
അതായത് ഒരു ഭാഗത്ത് ക്വയറ്റായിട്ട് ഇരുന്നിട്ട് ചിന്തിക്കുന്ന അത്രയും ബ്രെയിന് നടക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മളുടെ ഓതർ പറയണം കേട്ടോ. അദ്ദേഹത്തിന് ഒരു ഭാഗത്തിരുന്ന് നല്ല ചിന്തകളൊക്കെ വരും അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, പക്ഷെ അത് നടക്കാൻ പോയി കഴിഞ്ഞാൽ ആ ചിന്തകളൊക്കെ ഇല്ലാതാവും. ദ ഐഡിയാസ് ദാറ്റ് കം സോ തിക്ക് ആൻഡ് ഫാസ്റ്റ് ടു ഹിം ഇൻ എനി റൂം വേർ ആർ ദേ നോ. അതായത് ഏത് റൂമിലിരുന്നാലും ഭയങ്കര തിക്കായിട്ട് ഭയങ്കര കുറേ ഐഡിയാസ് ഫാസ്റ്റായിട്ട് വരുന്ന ആ വ്യക്തിയുടെ ഐഡിയ ഇപ്പോൾ എവിടെ പോയി, നടക്കുമ്പോൾ ആ ഐഡിയ എവിടെ പോയി, ആ ഒരു ബ്രെയിന് നടക്കുമ്പോൾ വർക്ക് ചെയ്യില്ല എന്നുള്ളത് ഓതർ തെളിയിക്കുകയാണ് കേട്ടോ. വേർ ഈസ് ദി എൻസൈക്ലോപീഡിക് നോളേജ് വിച്ച് ഹി ബോർ സോ ലൈറ്റ്ലി. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഭയങ്കരമായിട്ടുള്ള എൻസൈക്ലോപീഡിക് നോളേജ് എന്നാൽ ഭയങ്കരമായിട്ടുള്ള ആ നോളേജ് എവിടെ പോയി. ഹി ബോർ സോ ലൈറ്റ്ലി, അദ്ദേഹം ഇങ്ങനെ ലൈറ്റായിട്ട് കൊണ്ടു നടന്നിരുന്ന, അത്രക്കും പെട്ടെന്ന് ഉത്തരം പറയുന്ന വ്യക്തി എന്ന് പറയുന്നത്. അങ്ങനത്തെ ആ ഒരു നോളേജൊക്കെ എവിടെ പോയി. വേർ ദ കിൻഡ്ലിംഗ് ഫാൻസി ദാറ്റ് പ്ലേഡ് ലൈക്ക് സമ്മർ ലൈറ്റ്നിങ് ഓവർ എനി ടോപ്പിക് ദാറ്റ് വാസ് സ്റ്റാർട്ടഡ്. അതായത് ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് സമ്മർ ലൈറ്റ്നിങ് പോലെ, സമ്മറിൽ ഉണ്ടാകുന്ന മിന്നൽ പോലെ ഉത്തരം പറയുന്നത്. കിൻഡ്ലിംഗ് ഫാൻസി എന്ന് വെച്ചാൽ, കിൻഡ്ലിംഗ് ഫാൻസി എന്ന് പറഞ്ഞാൽ, ഫാൻസി എന്ന് വെച്ചാൽ ഭാവന, കിൻഡ്ലിംഗ് എന്ന് വെച്ചാൽ ജ്വലനം. ആ ഭാവനയുടെ ഭയങ്കര ജ്വലിച്ച ആ ഭാവന, ഭയങ്കര ഭാവനയുള്ള ആ വ്യക്തിയുടെ ഭാവന എവിടെ പോയി. അത് ഇവിടെ പറയുന്നത് ഒരു ടോപ്പിക് ഇട്ടുകൊടുത്താൽ മിന്നൽ പോലെ അതിന് ഉത്തരം പറയുന്ന ആ ഭാവനയ്ക്ക് എവിടെ പോയി. ദ മെൻസ് ഫേസ് ദാറ്റ് വാസ് സോ മൊബൈൽ ഈസ് സെറ്റ് നൗ ഗോൺ ഈസ് ദ ലൈറ്റ് ഫ്രം ഹിസ് ഫൈൻ ഐസ്. അതായത് നല്ല ഒരു മുഖമുള്ള വ്യക്തിയുടെ മുഖമൊക്കെ ഇല്ലാതെ നല്ലൊരു മുഖം മാറിപ്പോയി, നടക്കുകയാണല്ലോ. ഗോൺ ഈസ് ദി ലൈറ്റ് ഫ്രം ഹിസ് ഫൈൻ ഐസ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ആ ഒരു ലൈറ്റ്, കണ്ണിൽ നിന്നുണ്ടാവുന്ന ആ ഒരു സ്പാർക്ക് ഇല്ലാതെ പോവും നടന്ന് ക്ഷീണിച്ചിട്ട്. ഹി സേസ് ദാറ്റ് എ ഔട്ട് ഹോസ്റ്റ് ഈസ് എ ട്രൂലി ഗുഡ് ഫെല്ലോ. പിന്നീട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാട്ടോ പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത്, നമ്മളുടെ ഓതർ പറയുന്നത്, നടക്കുമ്പോൾ നല്ല ഒരു ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും ഡിസ്കസ് ചെയ്യില്ല, വേണ്ടാത്ത കുറേ കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങളാണ് കേട്ടോ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹീ സേസ് ദാറ്റ് എ അവർ ഹോസ്റ്റ് ഈസ് എ ട്രൂലി ഗുഡ് ഫെല്ലോ. അപ്പോൾ അദ്ദേഹം ആദ്യം എങ്ങനെ പറഞ്ഞു തുടങ്ങുക, നമ്മളുടെ ഒരു ഹോസ്റ്റ്, അദ്ദേഹത്തിന് പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, എ എന്നുള്ള പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്. 50 yards further on he adds that A is one of the best fellow he has ever met. പിന്നീട് കുറച്ചും കൂടി ഒരു 50 yards ഇങ്ങനെ നടന്ന് മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത കാര്യം പറയാൻ തുടങ്ങും മായേനെ കുറിച്ച്. എന്താണ്, അദ്ദേഹമാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തി. ഓക്കെ, അടുത്ത കാര്യം പറയാൻ തുടങ്ങി. We tramp another furlong and he says that Mrs. A is charming woman. പിന്നീട് കുറച്ചും കൂടി ദൂരം നടക്കുമ്പോൾ ട്രാമ്പ് എന്ന് വെച്ചാൽ വാക്ക് എന്നാണ് കേട്ടോ. അനദർ ഫെർലോങ്, കുറച്ചും കൂടി ഇതേപോലെ 50 yards പിന്നെയും അപ്പുറം കിടക്കുമ്പോൾ ഹി സേസ് ദാറ്റ്, അദ്ദേഹം വീണ്ടും അടുത്ത കാര്യം പറയാൻ തുടങ്ങും. ദാറ്റ് മിസ്സസ് എ ഈസ് എ ചാമിങ് വുമൺ. അതിൻ്റെ വൈഫായിട്ടുള്ള മിസ്സസ് എ ഒരു ഭയങ്കര ചാമിങ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്. അൺനെസസറി ടോക്കാണെന്ന് പറയുന്നത്. പ്രസൻ്റ്ലി ഹി ആഡ്സ് ദാറ്റ് ഷീ ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ചാമിങ് വുമൺ ഹി ഹാസ് എവർ നോൺ. അദ്ദേഹം പിന്നീട് പറയാൻ തുടങ്ങും, അവളാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ചാമിങ് ആയിട്ടുള്ള ഒരു വുമൺ എന്ന് പിന്നീട് പറയാൻ തുടങ്ങും. വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വേണ്ട കാര്യങ്ങളൊന്നും, അതായത് ബുദ്ധിക്ക് ഉണർവ് നൽകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ആരുടെയെങ്കിലും കുറ്റവും കുറവൊക്കെ ആയിരിക്കും പറയുക എന്നുള്ള രീതിയിലാണ്. വി പാസ് ആൻഡ് ഇൻ, ഹി റീഡ്സ് റിപ്പീറ്റഡ്ലി അലൗഡ് ടു മീ ആൻഡ് വി പാസ് ആൻഡ് ഇൻ. ഇന്ന് വെച്ചാൽ സത്രം, അങ്ങനെ ഒരു സത്രമൊക്കെ പാസ് ചെയ്ത് പോവുകയാണ്. അവിടെ ബാറൊക്കെ ഉള്ള ഒരു സത്രമാണ് കേട്ടോ. ഹി റീഡ്സ് റാപ്പിഡ്ലി അലൗഡ് ടു മീ. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് വായിക്കാൻ തുടങ്ങും, ഓർക്കനെ വായിക്കാൻ തുടങ്ങും. എൽസ് ആൻഡ് സ്പിരിറ്റ്സ്, അവിടെ കാണുന്ന ബോർഡുകളൊക്കെ പിന്നീട് അദ്ദേഹം ഇങ്ങനെ വായിച്ചു തുടങ്ങും, കാരണം വേറൊന്നും പറയാനില്ലല്ലോ, ബുദ്ധി വർക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എന്താ വായിക്കുക, ദ കിങ് സാം കാണുന്നുണ്ട്, അപ്പോൾ അത് വായിച്ചു. ലൈസൻസ്ഡ് ടു സെൽ എൽസ് ആൻഡ് സ്പിരിറ്റും എൽസും മദ്യങ്ങളൊക്കെ വിൽക്കാൻ ലൈസൻസ് ഉള്ള കട. അങ്ങനെ അവിടെ എന്ത് ബോർഡൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ വായിക്കാൻ തുടങ്ങും. I foreseen that during the rest of the walk he will read aloud any inscriptions that occurs. എന്തൊക്കെ എഴുത്തുകൾ പിന്നീട് കാണുന്നുണ്ടോ അതൊക്കെ പിന്നെ അദ്ദേഹം ഇങ്ങനെ വായിക്കുന്നത്, അത് ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. അതായത് ഈ റെസ്റ്റ് ഓഫ് ദി വാക്കിൽ ഞാൻ അപ്പോൾ മുൻകൂട്ടി ഈ 2 വായന തുടങ്ങിയപ്പോൾ തന്നെ ഇനി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഇനി മൊത്തം ഇങ്ങനെ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വി പാസ് എ മൈൽ സ്റ്റോൺ, അങ്ങനെ അവരൊരു നാഴികക്കല്ല് കടക്കുകയാണ്, ഒരു മൈൽ സ്റ്റോൺ. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടാവും ഇത്ര കിലോമീറ്ററാണ് ഇനി പോകാം, അങ്ങനത്തെ രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. ഹി പോയിൻറ്റ്സ് അറ്റ് ഇറ്റ് വിത്ത് ഹിസ് സ്റ്റിക്ക്, അദ്ദേഹത്തിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട് അത് പോയിൻ്റ് ചെയ്യും. ആൻഡ് സേസ് എക്സ്മിസ്റ്റർ 11 miles, അതൊരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. അത് 11 miles ദൂരമാണ്
എന്നുള്ള രീതിയിൽ പറയും. ഓക്കെ, വി ടേൺ എ ഷാർപ്പ് കോർണർ അറ്റ് ദി ഫൂട്ട് ഓഫ് ദി ഹില്ലിൻ്റെ താഴ്വാരത്ത് ഒരു ഷാർപ്പ് കോർണർ അവർ ടേൺ ചെയ്യാണ്. ഹി പോയിൻറ്റ്സ് അറ്റ് ദി വോൾ ആൻഡ് സേസ് ഡ്രൈവ് സ്ലോലി. ആ വോളിൽ പോയിന്റ് ചെയ്തിട്ട് പറയും, അവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ് കേട്ടോ, ഡ്രൈവ് സ്ലോലി. അത് വായിക്കും. ഐ സീ ഫാർ എ ഹെഡ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി ഹെഡ്ജ് ബോർഡറിങ് ദി ഹൈ റോഡ് എ സ്മോൾ നോട്ടീസ് ബോർഡ്. പിന്നീട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ദൂരെ അങ്ങോട്ട് നോക്കിയാൽ ഒരു ഹെഡ്ജിൻ്റെ മറ്റേ സൈഡിൽ ഹൈ റോഡിൻ്റെ അവിടെ ഒരു ബോർഡറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സ്മാൾ നോട്ടീസ് ബോർഡ്. അതെന്താണ്? ഹി സീസ് ഇറ്റ് ടു. അദ്ദേഹവും അത് കാണുന്നു. ഹി കീപ്സ് ഹിസ് ഐസ് ഓൺ ഇറ്റ്. അദ്ദേഹത്തിൻ്റെ നോട്ടം ആ ഒരു നോട്ടീസ് ബോർഡുമൊക്കെ വെക്കുന്നത്. ആൻഡ് ഇൻ ഡ്യൂ കോഴ്സ് ട്രെസ്പാസേഴ്സ് ഹി സേസ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. പിന്നീട് അതും വായിക്കുന്ന ആ ഒരു അവസ്ഥയെ പറയുന്നത് കേട്ടോ, ആ ബോർഡ് വായിച്ചു കൊടുക്കാൻ. ട്രെസ്പാസേഴ്സ്, അതിക്രമിച്ച് കടക്കുന്നവർ, വിൽ ബി പ്രോസിക്യൂട്ടഡ്, അവരെ വിചാരണ ചെയ്യപ്പെടും എന്ന്. പുവർ മാൻ മെൻ്റലി എവ്രിക്ക്. പുവർ, പാവ മനുഷ്യൻ. ഇത് നമ്മൾ ഓദർ പറയാൻ കേട്ടോ. മെൻ്റലി എവ്രിക്ക്, ശരിക്കും പറഞ്ഞ ഒരു വിഡ്ഢി എന്ന്. Luncheon at the AS, however, salves him and float him in full sail. Luncheon at AS എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏൻ്റെ വീട്ടിലോട്ടാണല്ലോ, അവരാണ് ഹോസ്റ്റ്, അവരുടെ വീട്ടിലോട്ടാണ് അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ലഞ്ചൻ എന്ന് വെച്ചാൽ ലഞ്ച് കഴിച്ചതിന് ശേഷം ആ ASൻ്റെ വീട്ടിൽ നിന്ന് അവർ പോകട്ടോ. However, salves him and floats him in full sail. Salves എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക അല്ലെങ്കിൽ കാം ചെയ്യുക. നമ്മളുടെ ഓദറിൻ്റെ കൂടെ നടക്കുന്ന ആ വ്യക്തിനെ കാം ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്ലോട്ട്സ് ഹിം ഇൻ ഫുൾ സെയിൽ ഉദ്ദേശിക്കുന്നത് ഭയങ്കര സ്പീഡിൽ നടക്കാൻ തുടങ്ങി. അതായത് അദ്ദേഹത്തിന് ഭയങ്കര എനർജി, പവർഫുള്ളായി എനർജി വന്ന് അദ്ദേഹം വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ബിഹോൾഡ് ഹിം വൺസ് മോർ ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് പാർട്ടി. അപ്പോൾ അദ്ദേഹം നടന്നിട്ട് ഭയങ്കര ക്ഷീണിച്ചിരുന്നു. ലൈഫ് ആൻഡ് സോൾ ഓഫ് പാർട്ടി എന്ന് വെച്ചാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഫുൾ എനർജിയിൽ പിന്നീട് അദ്ദേഹം ഹോൾഡപ്പ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ നടത്തം തുടരുകയാണ്. ഷുവർലി ഹി വിൽ നെവർ ആഫ്റ്റർ ദ ബിറ്റർ ലെസൺ ഓഫ് ദിസ് മോർണിംഗ് ഗോ ഔട്ട് ഫോർ അനദർ വാക്ക്. ശരിക്കും പറഞ്ഞാൽ ഇനി അദ്ദേഹം ഒരിക്കലും ഇന്നുണ്ടായ ഒരു കൈപ്പേറിയ ലെസൺ കാരണം ഇനി ഒരിക്കലും അദ്ദേഹം നടക്കുന്നുണ്ടാവില്ല. അതായത് ഇവിടെ നമ്മളുടെ ഓദർ ഉദ്ദേശിക്കുന്നത് ഇന്ന് മോർണിംഗിൽ അദ്ദേഹം നടന്നിട്ടുള്ളത് നമ്മളുടെ ഓദറുടെ കൂടെയാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡല്ലായിട്ടുള്ളൊരു പേഴ്സണാണ്. അങ്ങനെ സംസാരിക്കാനും കൂട്ടുകൂടുന്നില്ല, അതുപോലെ നടക്കാനും ഭയങ്കര ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ബിറ്റർ ലെസൺ ഇന്ന് മോർണിംഗിൽ കിട്ടിയത് കൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന് ഒരിക്കലും നടക്കാൻ പോകാനൊരു ആഗ്രഹം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ പറയുന്നത്. And hour later I see him striding forth with a new companion. ഒരു മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ പിന്നെ കാണുന്ന എന്താണ്? അദ്ദേഹം സ്ട്രൈഡിങ് ഫോർത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് നടക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോകുക. വിത്ത് എ ന്യൂ കമ്പാനിയൻ, പുതിയൊരു വ്യക്തിയാണ് ഇപ്പോൾ കൂടെ അദ്ദേഹത്തിന് കൂട്ടായിട്ടുള്ളത്. ഐ വാച്ച് ഹിം ഔട്ട് ഓഫ് സൈറ്റ്. അപ്പോൾ അദ്ദേഹം കാണാതെ ഞാനത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മളുടെ നെറേറ്റർ പറയാണ്. ഐ നോ വാട്ട് ഹി ഈസ് സെയിങ്. അദ്ദേഹം എന്തായിരിക്കും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയാളുടെ പുതിയ കൂട്ടാളിയോട് അദ്ദേഹം എന്തായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ ഊഹിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. കാരണം മോർണിംഗിൽ ഞാൻ നടന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് വേറൊരു വ്യക്തിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്നെക്കുറിച്ചായിരിക്കും പറയുക എന്നുള്ളത് ഐ എം ഷുവർ എന്നുള്ള രീതിയിലാട്ടോ പറയുന്നത്. ഹി ഈസ് സെയിങ് ദാറ്റ് ഐ ആം റെദർ എ ഡൽ മാൻ ടു ഗോ ഫോർ എ വാക്ക് വിത്ത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാനൊരു ഡല്ലായിട്ടുള്ള പേഴ്സണാണ്, എൻ്റെ കൂടെ നടക്കാൻ ഒട്ടും കൊള്ളാത്തൊരു വ്യക്തിയാണ് ഞാനെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. ഹി വിൽ പ്രസൻ്റ്ലി ആഡ് ദാറ്റ് ഐ ആം വൺ ഓഫ് ദി ഡെല്ലസ്റ്റ് മെൻ ഹി എവർ വെൻറ്റ് ഫോർ എ വാക്ക് വിത്ത്. അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാൻ പോയതിൽ വെച്ച് ഏറ്റവും ഡെല്ലസ്റ്റ് ആയിട്ടുള്ള മെന്ന് ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ദെൻ ഹി വിൽ ഡിവോട്ട് ഹിംസെൽഫ് ടു റീഡിങ് ഔട്ട് ദ ഇൻസ്ക്രിപ്ഷൻസ്. ഡിവോട്ട് എന്നുള്ള ടേമിൻ്റെ മീനിങ് അർപ്പിക്കുക. പിന്നീട് അദ്ദേഹം ആ ഒരു ബോർഡുകൾ വായിക്കുന്ന ആ ഒരു രീതിയും പിന്നീടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും. How comes it, this immediate deteriorations in those who go working for working's sake? അപ്പോൾ എങ്ങനെ ഇത് സംഭവിക്കുന്നു? ദിസ് ഇമ്മീഡിയറ്റ് ഡിറ്റോറിയേഷൻ എന്ന് വെച്ചാൽ ഇല്ലാതെ ആവുന്നത് അല്ലെങ്കിൽ താഴെ പോകുന്നത്. ഇൻ ദോസ് ഹൂ ആർ വർക്കിംഗ് ഫോർ വർക്കിംഗ് സേക്ക്. വർക്കിംഗ് സേക്കിന് വേണ്ടിയിട്ട്, അതായത് വർക്കിംഗ് മോങ്കേഴ്സ് എന്ന് പറഞ്ഞല്ലോ, ബാക്കിയുള്ളവരെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകുന്ന വ്യക്തികളാണ് വർക്കിംഗ് മോങ്കേഴ്സ്. അപ്പോൾ അവരുടെ ആ ഒരു രീതിയിൽ നടക്കാൻ പോകുന്നവർക്ക് എങ്ങനെയാണ് ഈ ബ്രെയിന് ഇല്ലാതെ ആവുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് വാട്ട് ഹാപ്പൻസ്, എന്താണ് സംഭവിക്കുന്നത്? ഐ ടേക്ക് ഇറ്റ് ദാറ്റ് നോട്ട് ബൈ ഹിസ് റീസണിങ് ഫാക്വാലിറ്റീസ് ഇസ് എ മാൻ ഏർജ്ഡ് ടു ദിസ് എൻ്റർപ്രൈസ്. എൻ്റർപ്രൈസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് വാക്കിങ്ങിനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് നടക്കാൻ അത്ര ആഗ്രഹം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഹി ഈസ് ഏർജ്ഡ് എവിഡൻ്റ്ലി ബൈ സംതിങ് ഇൻ ഹിസ് ദാറ്റ് ട്രാൻസെൻഡ്സ് റീസൺ ബൈ ഹിസ് സോൾ ഐ പെർസ്യൂം. എനിക്ക്
മനസ്സിലായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏർജ്, ആ ഒരു താല്പര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സംതിങ് ഇൻ ഹിം ദാറ്റ് ട്രാൻസെൻസ് റീസൺ എന്നുള്ള ടേം മീൻ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണമുണ്ടാവാം. ഓക്കെ, പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വേറെ കാരണമുണ്ടാവാം, അല്ലാതെ ഒരാൾക്ക് നടക്കാൻ തോന്നില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണമുണ്ടാവാം. ആ കാരണമാണ് പറയുന്നത് ബൈ ഹിസ് സോൾ, അത് അദ്ദേഹത്തിൻ്റെ ഹൃദയമാവാം. ഐ പ്രിസ്യൂം, ഞാൻ ഉദ്ദേശിക്കുന്നു. അതായത് ഇവിടെ മീൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിനല്ല നടക്കണം എന്നുള്ള ആഗ്രഹമുള്ളത്, അദ്ദേഹത്തിൻ്റെ സോൾ, അദ്ദേഹത്തിൻ്റെ ആത്മാവിനാണ് നടക്കണം എന്നുള്ള ആഗ്രഹമുള്ളത്. യെസ്, ഇറ്റ് മസ്റ്റ് ബി ദ സോൾ ദാറ്റ് റാപ്സ് ഔട്ട് ദ ക്യുക്ക് മാർച്ച് ടു ദി ബോഡി. അപ്പോൾ എന്താ പറയുന്നത്, അതെ, ഇറ്റ് മസ്റ്റ് ബി ദ സോൾ, അത് അദ്ദേഹത്തിൻ്റെ ആത്മാവാണ്. ദാറ്റ് റാപ്സ് ഔട്ട് ദ ക്യുക്ക് മാർക്ക്. റാപ്സ് എന്നുള്ള ടേം ഇവിടെ മീൻ ചെയ്യുന്നത് സ്പീക്ക് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആത്മാവാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. എന്താ പറയുന്നത്, ക്യുക്ക് മാർച്ച്, വേഗം നടക്കാൻ, ടു ദി ബോഡിനോട് ആവശ്യപ്പെടാണ് വേഗം നടക്കാൻ. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ മീൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിനല്ല നടക്കാൻ തോന്നുന്നത്, ബ്രെയിനിന് നടക്കാനൊന്നും വല്ല ആഗ്രഹമില്ല. അതായത് ഈ നടത്തം കൊണ്ട് ബ്രെയിനിനൊരു ഉപകാരമില്ല, ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യവും നടക്കുന്നില്ല, ഒരു ചിന്തയും നടക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മാവാണ് അദ്ദേഹത്തോട് നടക്കാൻ പറയുന്നത്. ഹോൾട്ട്, സ്റ്റാൻഡറ്റീസ്. അപ്പോൾ ഹോൾട്ട് എന്ന് വെച്ചാൽ സ്റ്റോപ്പ്, സ്റ്റാൻഡറ്റീസ് അങ്ങനെ നിൽക്കാനാണ് പറയുന്നത്. ഇന്റർപോസസ് ദി ബ്രെയിൻ ആൻഡ് ടു വാട്ട് ഡെസ്റ്റിനേഷൻ. ഇന്റർപോസസ് എന്ന് വെച്ചാൽ ഇടപെടുക. ഓക്കെ, ബ്രെയിൻ അവിടെ ഇടപെടുകയാണ്. ബ്രെയിൻ എന്താ പറയുന്നത്, സ്റ്റോപ്പ്, സ്റ്റാൻഡറ്റീസ്, അവിടെ തന്നെ നിൽക്കൂ, എന്നിട്ട് ബ്രെയിൻ ഇടപെടുകയാണ്. ആൻഡ് ടു വാട്ട് ഡെസ്റ്റിനേഷൻ, എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാണ് നിങ്ങളുടെ യാത്ര എന്ന് ബ്രെയിൻ ചോദിക്കാൻ കേട്ടോ. ഇറ്റ്സ് സ്വവലി ask the soul, and on what errand are you sending the body. It swavely എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് ഭയങ്കര കോൺഫിഡൻ്റ്ലി അല്ലെങ്കിൽ പൊലൈറ്റ്ലി അത് നമ്മളുടെ സോളിനോട് ചോദിക്കുകയാണ്, ആത്മാവിനോട് ചോദിക്കുകയാണ്. ആൻഡ് ഓൺ വാട്ട് എറൻറ്റ് ആർ യു സെൻഡിങ് ദി ബോഡി, എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ബോഡിനെ പറഞ്ഞയക്കുന്നത്. അല്ലെങ്കിൽ എറൻ എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ട്രിപ്പ്, ഏത് യാത്രക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ബോഡിനെ പറഞ്ഞയക്കുന്നത്. ഓൺ നോ എറൻറ്റ് വാട്ട് സോ എവർ ദ സോൾ മേക്സ് ആൻസർ. അപ്പോൾ ആത്മാവ് മറുപടി കൊടുക്കുകയാണ്. ഓൺ നോ എറൻറ്റ്, ഒരു ഷോർട്ട് ട്രിപ്പിനും അല്ല, വെറുതെ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ആൻസറാണ് സോൾ കൊടുക്കുന്നത്. ആൻഡ് ടു നോ ഡെസ്റ്റിനേഷൻ അറ്റ് ഓൾ, ഒരു ലക്ഷ്യമൊന്നുമില്ല, എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ള ലക്ഷ്യത്തിലൊന്നല്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എത്തണം എന്നുള്ളതല്ല, വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. It is just like you to be always on the look for some subtle ulterior motive. അപ്പോൾ എന്താ പറയുന്നത്, It is just like you to be always on the lookout for some subtle ulterior motive. അപ്പോൾ ഇതെന്താണ് ആഗ്രഹിക്കുന്നത്, എന്തോ ഒരു അൾട്ടിയർ ആയിട്ടുള്ള പുറമേ ഉള്ളൊരു മോട്ടീവ്, ഒരു പ്രേരണയാണ്, അല്ലെങ്കിൽ ഒരു അപ്പുറത്തുള്ള എന്തോ ഒരു പ്രേരണയാണ് സോളിൽ കൊടുക്കുന്നത്. The body is going out because the mere fact of its doing so is a sure indication of the nobility, probity and rugged ഗ്രാജുവൽ ഓഫ് ക്യാരക്ടർ. അപ്പോൾ എന്താ പറയുന്നത്, പ്രത്യേകിച്ചൊരു പ്രേരണ കാര്യങ്ങളൊന്നുമില്ല, അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്, ദ ബോഡി ഈസ് ഗോയിങ് ഔട്ട് ബിക്കോസ്, ബോഡി പുറത്തു പോകുന്നത് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത്, ദ മെറി ഫാക്ട് ഓഫ് ഇറ്റ്സ് ഡൂയിങ് സോ ഇസ് എ ഷുവർ ഇൻഡിക്കേഷൻ ഓഫ്, അതായത് ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നോബിലിറ്റി, ഒരു നോബിലിറ്റിനെ, എല്ലാവരും നടക്കാൻ പോകുന്നുണ്ട്, അതൊരു നോബിളായിട്ടുള്ള കാര്യമാണ് എന്നുള്ള ചിന്താഗതി. രണ്ടാമത്തത് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് റെഗ്ഡ് ഗ്രാജുവൽ ഓഫ് ക്യാരക്ടർ, റെഗ്ഡ് ഗ്രാജുവൽ എന്ന് വെച്ചാൽ മഹത്വം, നമ്മളുടെ ക്യാരക്ടറിൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നടക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ ഓതറിൻ്റെ ഒരു തിങ്കിങ് ആണ് കേട്ടോ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആളുകൾ നടക്കുന്നത്, അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ ചിന്താഗതി വളർത്താനൊന്നല്ല. വെരി വെൽ വാഗുല, ഹാവ് യുവർ ഓൺ വേയുല. അപ്പോൾ നമ്മളുടെ സോളിനോട് പറയാണ് കേട്ടോ, സോളിനെ വാഗുല എന്ന് വിളിക്കുകയാണ്, കേട്ടോ. വെരി വെൽ സോൾ എന്നാണ്, വാഗുല എന്നുള്ളതൊരു പേര് കൊടുക്കുകയാണ് സോളിന്, പേഴ്സോണിഫിക്കേഷൻ ആണ്, ഒരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ വെരി വെൽ സോൾ, ഹാവ് യുവർ ഓൺ വേ എന്നാണ്. ഓക്കെ, അപ്പോൾ നീ സോൾ എങ്ങനെയാണ്, വാണ്ടറിങ് ആണ്, അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണല്ലോ ആത്മാവ്. അപ്പോൾ അതിനോട് പറയാണ്, നീ നിൻ്റെ വഴിക്ക് പോ. ബട്ട് ഐ സേസ് ദ ബ്രെയിൻ ഫ്ലാറ്റ്ലി റിഫ്യൂസസ് ടു ബി മിക്സ്ഡ് അപ്പ് വിത്ത് ദിസ് ടോംഫൂളറി. അപ്പോൾ ബ്രെയിൻ എന്താ പറയുന്നത്, ഫ്ലാറ്റ്ലി റിഫ്യൂസസ് ടു മിക്സ്ഡ് അപ്പ് ദിസ് ടോംഫൂളറി എന്ന് വെച്ചാൽ വിഡ്ഢിത്തം, ഈ വിഡ്ഢിത്തത്തിൽ ഞാൻ വരുന്നില്ല എന്നുള്ള രീതിയിൽ ബ്രെയിൻ പറയാണ് കേട്ടോ. ഐ ഷൽ ഗോ ടു സ്ലീപ്പ് ടിൽ ഇറ്റ്സ് ഓവർ, അതായത് ഈ നടത്തം കഴിയുന്നവരെ ഞാൻ ഉറങ്ങാൻ പോവാണ്, ഈ വിഡ്ഢിത്തത്തിന് ഞാനില്ല എന്ന് ബ്രെയിൻ പറയാണ്. ഇതൊക്കെ ഓതറിൻ്റെ ചിന്താഗതിയാട്ടോ.
The brain then wraps itself up in its own convolutions, that falls into a dreamless slumber from which nothing can rouse it till the body has been safely deposited indoors again. അപ്പോൾ എന്താ പറയുന്നത്, ഇതൊക്കെ ഒരു തമാശ രീതിയിലാണ് കേട്ടോ നമ്മൾ ഓദർ പറയുന്നത്. അപ്പോൾ ഒരു തമാശയായിട്ട് നിങ്ങളിത് കേട്ടാൽ മതി. ദ ബ്രെയിൻ ദെൻ റാപ്സ് ഇറ്റ് സെൽഫ് അപ്പ് ഇൻ ഇറ്റ്സ് ഓൺ കോൺവലേഷൻസ്. അപ്പോൾ ബ്രെയിന് അതിൻ്റെ ഒരു ചുരുളിൽ ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ കിടക്കണമല്ലോ ബ്രെയിന്, ആ ചുരുളിൽ ബ്രെയിന് പോയിട്ട് ഉറങ്ങുകയാണ്. ആൻഡ് ഫോൾസ് ഇൻ ടു എ ഡ്രീംലെസ് സ്ലംബർ. സ്ലംബർ എന്ന് വെച്ചാൽ മയക്കം, ഒരു ഡ്രീംലെസ് ആയിട്ടുള്ള ഒരു മയക്കത്തിലോട്ട് അത് ഫോൾ ചെയ്യാണ്. ഫ്രം വിച്ച് നത്തിങ് ക്യാൻ റോസ് ഇറ്റ് ടിൽ ദി ബോഡി ഹാസ് ബീൻ സേഫ്ലി ഡിപ്പോസിറ്റഡ് ഇൻഡോർ അഗെയിൻസ്. ഈ ബോഡി വീട്ടിലോട്ട് വന്നതിന് ശേഷം മാത്രമാണ് ബ്രെയിൻ ഉണരുക. അതായത് നടക്കാൻ പോകുന്ന ടൈമിലൊന്നും ബ്രെയിന് വർക്ക് ചെയ്യുന്നില്ല, സോള് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. വീട്ടിലെത്തി നമ്മൾ ഓക്കെ ആയി വീട്ടിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ബ്രെയിന് വർക്ക് ചെയ്യുക. Even if you go to some definite place for some definite purpose, the brain would rather you took a vehicle, but it does not make a point of this. It will serve you well enough unless you are going out for a walk. അപ്പോൾ നിങ്ങളൊരു നിശ്ചിത സ്ഥലത്തോട്ട് ഒരു നിശ്ചിത പേർപ്പസിന് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ ബ്രെയിന് ഒരു വെഹിക്കിൾ എടുക്കുന്ന പോലെ വരും. ബട്ട് ഇറ്റ് ഡസ് നോട്ട് മേക്ക് എ പോയിന്റ് ഓഫ് ദിസ്. പക്ഷെ അത് ഒരു പോയിന്റ് തരില്ല, ഇതിനെക്കുറിച്ചൊരു കാര്യം പറയില്ല. ഇറ്റ് വിൽ സെർവ് യു വെൽ ഇനഫ് അൺലെസ് യു ആർ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. പക്ഷെ നിങ്ങൾ ഒരു വാക്കിന് വെറുതെ ഒരു വാക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിന് നിങ്ങളുടെ കൂടെ വരില്ല. അതായത് ഇവിടെ പറയുന്നത് നല്ല രീതിയിൽ ഒരു പേർപ്പസൊക്കെ ഉണ്ട് നിങ്ങളുടെ പോക്കിനെങ്കിൽ ബ്രെയിന് നിങ്ങളുടെ കൂടെ വരും. അല്ലാതെ ഈ വാക്കിംഗ് മോങ്കേഴ്സിനെ പോലെ വാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, വെറുതെ കുറ്റവും കുറവൊക്കെ പറഞ്ഞ് അങ്ങനെ വാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബ്രെയിന് നിങ്ങളുടെ കൂടെ വരുന്നില്ല. നോട്ട് മിയർലി ബാൻറ്റേയിങ് യു എബൌട്ട് ടു ഗ്രാറ്റിഫൈ ദ പ്രൈഡ് ഓഫ് ദി സോൾ. എന്താ പറയുന്നത്, it won't while your legs are weighing with each other. weighing എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, മത്സരിക്കുക, ഒരു കാല് മറ്റേ കാലിനോട് മത്സരിക്കുകയാണ് നടക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഇല്ലാണ്ട് ഭയങ്കര സ്പീഡിൽ നടക്കുകയാണ്. ഡു എനി ഡീപ്പ് തിങ്കിങ് ഫോർ യു. ഒരു ഡീപ്പായിട്ടുള്ള തിങ്കിങ്ങും അവിടെ ഇല്ല. നോർ ഈവൺ എനി ക്ലോസ് തിങ്കിങ്. ഒരു ക്ലോസ് ആയിട്ടുള്ള തിങ്കിങ് പോലും, ഒരു ചെറിയ രീതിയിലുള്ള തിങ്കിങ് ചിന്ത പോലും അവിടെ ഇല്ല. വെറുതെ കാലോട്ട് ഇങ്ങനെ അടിവെച്ച് നടക്കുന്നുള്ളൂ. ബട്ട് ഇറ്റ് വിൽ ഡു എനി നമ്പർ ഓഫ് സ്മാൾ ഓഡ് ജോബ്സ് ഫോർ യു വില്ലിംഗ്ലി. വേറെ എന്തെങ്കിലും സ്മാൾ ഓഡ് ജോബ്സ് ഒക്കെ അത് ചെയ്തു തരും. ബാൻഡിങ് എന്ന് വെച്ചാൽ ബന്ധനം. ഓക്കെ, ബന്ധനത്തിനാണ് ബാൻഡിങ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. മേക്കിംഗ് ദംസെൽസ് യൂസ്ഫുൾ, അതിനെ യൂസ്ഫുൾ ആയിരുന്നുണ്ട്. നോട്ട് മിയർലി ബാൻഡിങ് എന്ന് വെച്ചാൽ ബന്ധിക്കുക. യു എബൌട്ട് ടു ഗ്രാറ്റിഫൈ ദ പ്രൈഡ് ഓഫ് ദി സോൾ. സോളിൻ്റെ പ്രൈഡിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നടക്കുന്നത്, നിങ്ങളുടെ ബ്രെയിനിന് വേണ്ടിയിട്ടല്ല. സച്ച് ആസ് ഇറ്റ് ഈസ് ദിസ് എസ്സേ വാസ് കമ്പോസ്ഡ് ഇൻ ദി കോഴ്സ് ഓഫ് വാക്ക് ദിസ് മോർണിംഗ്. അത് ഇതുപോലെ ഈ ഒരു എസ്സേ പോലെ, ഈ എസ്സേ എങ്ങനെയാണ് കമ്പോസ് ചെയ്ത് നിർമ്മിച്ചത്, ഈ ഒരു മോർണിംഗിൽ അദ്ദേഹത്തിൻ്റെ വാക്കിങ്, ഒരു വാക്ക് മോങ്കർ അദ്ദേഹത്തിനെ ഫോഴ്സ് ചെയ്ത് വാക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ച പോലെ. ഐ എം നോട്ട് വൺ ഓഫ് ദോസ് എക്സ്ട്രീമിസ്റ്റേഴ്സ് ഹൂ മസ്റ്റ് ഹാവ് എ വെഹിക്കിൾ ടു എവറി ഡെസ്റ്റിനേഷൻ. ഞാനൊരു എക്സ്ട്രീമിസ്റ്റസ് അല്ല. എക്സ്ട്രീമിസ്റ്റസ് എന്ന് വെച്ചാൽ തീവ്രവാദി എന്നാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് തീവ്രമായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയല്ല. ഹൂ മസ്റ്റ് ഹാവ് എ വെഹിക്കിൾ ടു എവറി ഡെസ്റ്റിനേഷൻ. എല്ലാ ഡെസ്റ്റിനേഷൻ, ഒരു ചെറിയ ഡിസ്റ്റൻസിലോട്ടും പോലും വെഹിക്കിൾ എടുക്കണം എന്ന് തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ചെറിയ ഡിസ്റ്റൻസിലോട്ടൊക്കെ നമുക്ക് നടക്കാം എന്നുള്ള ചിന്താഗതി തന്നെയാണ് എനിക്കും. പക്ഷേ ഇങ്ങനെ നടക്കുന്നതല്ല. അതായത് ഈ വാക്ക് മോങ്കേഴ്സിനെ പോലെ അല്ല. ഓക്കെ, ഐ നെവർ ഗോ ഔട്ട് ഓഫ് എനി വേ ആസ് ഇറ്റ് വേർ ടു അവോയ്ഡ് എക്സസൈസ്. എക്സസൈസ് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എവിടേക്കും നടക്കാതെ ഇരിക്കാറില്ല. ഐ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കം ആൻഡ് ടേക്ക് ഇറ്റ് ഇൻ ഗുഡ് പാർട്ട്. ഞാനത് എങ്ങനെയാണോ എടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഞാനും അതിനെ എടുക്കാറുള്ളൂ. ദോസ് വാലിറ്റ്യൂഡിനേറിയൻസ് ഹൂ ആർ ആൾവേസ് ചാറ്ററിങ് അബൌട്ട് ഇറ്റ് and indulging in it to excess are no reason for despising it. Valetudinarians എന്ന് പറഞ്ഞാൽ who is anxious about their health. ഹെൽത്തിനെ കുറിച്ച് ആങ്ഷ്യസ് ആയിട്ടുള്ളവരെയാണ് വാലിറ്റ്യൂഡിനേറിയൻസ് എന്ന് പറയുന്നത്. who are always chattering about it. അവരിങ്ങനെ ഹെൽത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കണം, നടത്താൻ ഇങ്ങനെയാണ് നല്ലതാണ് അങ്ങനെ. and indulging in it to excess. അതിലിങ്ങനെ ഏർപ്പെടുക, ആ ഒരു സംസാരത്തിൽ ഇങ്ങനെ പൊങ്ങച്ചും പറഞ്ഞ് എക്സസ് ആയിട്ട് ഓവറായിട്ട് ഇങ്ങനെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആർ നോ റീസൺ ഫോർ ഡിസ്പൈസിങ് ഇറ്റ്. ആർ നോ റീസൺ, അവർക്ക് ഇത് അതായത് ബ്രെയിന് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ ഒരു കാരണവും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഐ ആം ഇൻക്ലൈൻഡ് ടു തിങ്ക് ദാറ്റ് ഇൻ മോഡറേഷൻ ഇറ്റ് ഈസ് റാദർ ഗുഡ് ഫോർ വൺ
ഫിസിക്കലി. ഞാനൊരു തീരുമാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു കണക്കിന് ഒരു മോഡറേറ്റ് രീതിയിലൊക്കെ ഇത് ഫിസിക്കലി നമുക്ക് നല്ലത് തന്നെയാണ്. ബട്ട് spending a time when no people wish me to go and see them, and I have no wish to go and see anyone, and there is nothing whatever for me to do of my own premises, I will never go out for a walk. അപ്പം എന്താ പറയുക, ആർക്കും എന്നെ ഒരു കാണണം എന്ന് ആഗ്രഹമില്ലാത്തൊരു സമയത്ത്, ഓക്കെ, ഞാൻ വേറൊരു വ്യക്തിനെ കാണണം എന്ന് എനിക്കും ഇല്ല അവർക്കും ഇല്ലാത്തൊരു സമയത്ത്, ഓക്കെ, പക്ഷെ കാണണം എന്നുണ്ടെങ്കിൽ ഓക്കെ എന്നാണ് പറയുന്നത്. കാണണം എന്നില്ലാത്തപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഓക്കെ. ഐ ഹാവ് നോ വിഷ് ടു ഗോ ആൻഡ് സീ എനി വൺ. എനിക്കും വേറൊരു വ്യക്തിനെ കാണണം എന്നില്ലാത്ത സമയത്ത്, അതായത് എനിക്കും വേറൊരു ആളെ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. പക്ഷേ ഇല്ലാത്തൊരു ടൈമിൽ ദർ ഈസ് നത്തിങ് വാട്ട് എവർ ഫോർ മീ ടു ഡു ഓഫ് മൈ ഓൺ പ്രിമൈസസ്. എൻ്റെ സ്വന്തം സ്ഥലത്ത്, അതായത് എൻ്റെ സ്വന്തം വീട്ടിൽ എനിക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഐ വിൽ നെവർ ഗോ ഔട്ട് ഫോർ എ വാക്ക്. ഞാൻ ഒരിക്കലും നടക്കാൻ പോവില്ല. അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ അദ്ദേഹം പോകുന്ന പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗോയിങ് ഔട്ട് ഫോർ വാക്ക് എന്നുള്ള എസ്സേ. സോ ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ് മൈ ക്ലാസ്. പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്.